പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരീഷ്, സിവിൽ എഞ്ചിനീയറാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ടോപ്പിക്ക്, വീട് പണിയുമ്പോൾ ഉള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ആ ഫൗണ്ടേഷന് മുകളിൽ കൊടുക്കുന്നൊരു ബെൽറ്റ്, അതിനെപ്പറ്റിയാണ്. അപ്പോൾ ഈ ബെൽറ്റ് നമ്മൾ കൊടുക്കുന്നത്, എല്ലാ ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കാറില്ല. റബിൾ ഫൗണ്ടേഷൻ, അതായത് കരിങ്കല്ല് കെട്ട് കൊണ്ടുള്ള ഫൗണ്ടേഷൻ, അതിന് നമ്മൾ കൊടുക്കുന്നൊരു സംഗതിയാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ബെൽറ്റ് പലതരത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ റബിൾ ഫൗണ്ടേഷനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. റബിൾ ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് അത്യാവശ്യം കട്ടിയുള്ള സോയിൽ, അതായത് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ള ഒരു സോയിൽ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഈ കട്ടിയുള്ള സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോയിലിനെ പറ്റി പല പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു റബിൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കരിങ്കൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് പറയാം. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഏകദേശം 60 സെന്റിമീറ്റർ വീതി അല്ലെങ്കിൽ 70 സെന്റിമീറ്റർ വീതി, താഴ്ച 70 സെന്റിമീറ്റർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു 10 സെന്റിമീറ്റർ കനത്തിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ചെയ്യുന്നു. പ്ലെയിൻ സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി ഇല്ലാത്ത കോൺക്രീറ്റ്, അത് 1.5 ഇഞ്ച് മെറ്റിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺക്രീറ്റ് ആണ്. സാധാരണ നമ്മൾ സ്ലാബിനൊക്കെ വാർക്കുന്നതിനെക്കാട്ടിലും വലിയ മെറ്റിൽ. അപ്പോൾ ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 10 സെന്റിമീറ്റർ കനത്തിൽ നമ്മൾ വാർക്കുന്നു. അതിനുശേഷം കരിങ്കല്ല് നമ്മൾ ഫൗണ്ടേഷനായിട്ട് ചെയ്യുന്നു. ഈ കരിങ്കല്ല് ഫൗണ്ടേഷൻ ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ മിറ്റം ലെവൽ ഏതാണോ ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അതിന്റെ മണ്ടയിലേക്ക് ബേസ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഏകദേശം 45 സെന്റിമീറ്റർ വീതി, 45 സെന്റിമീറ്റർ തന്നെ പൊക്കം, അത് നമുക്ക് 50, 52, 60 ആ ലെവലിലേക്ക് നമുക്ക് ഹൈറ്റിനനുസരിച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇത് നമ്മൾ ചാന്ത് ഉപയോഗിച്ച് ഈ ബേസ്മെന്റ് കരിങ്കല്ല് കെട്ട് നമ്മൾ ചെയ്യുന്നു. അതായത് ബേസ്മെന്റ് റബിൾ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നു. ഇനി ഇതിന്റെ മുകളിലാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. അതായത് ഇതിന്റെ മുകളിൽ സാധാരണ ബെൽറ്റ് കൊടുക്കുന്നത് 15 സെന്റിമീറ്റർ തിക്കിലാണ് കൊടുക്കുന്നത്, 6 ഇഞ്ച് കനത്തിൽ കൊടുക്കും. ഇതിന്റെ വീതി പലരും പലതരത്തിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് ഈ 45 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ബേസ്മെന്റിന്റെ മുകളിൽ അതേ വീതിയിൽ തന്നെ നമ്മൾ ബെൽറ്റ് കാസ്റ്റ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ ഈ 45 സെന്റിമീറ്റർ വീതി എന്നുള്ളത് 30 സെന്റിമീറ്ററിലേക്ക് ചുരുക്കും. അതായത് കരിങ്കല്ല് കെട്ടിന്റെ 2 എൻഡിൽ നിന്നും പത്തിരിപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ചെറിയൊരു ഓഫ്സെറ്റ് വിട്ടുകൊണ്ട് ഒരു 30 സെന്റിമീറ്റർ വീതിയിൽ നമ്മൾ ഈ പ്ലിന്ത് ബെൽറ്റ് വാർക്കും. അല്ലെങ്കിൽ ഒരു 25 സെന്റിമീറ്ററിൽ ചിലർ വാർക്കാറുണ്ട്. അതായത് അതിന് മുകളിൽ കൂടിയാണ് നമ്മുടെ വീടിന്റെ ഭിത്തി തുടങ്ങുന്നത്. ആ ഭിത്തി വന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഈ ബെൽറ്റിന് മുകളിലാണ്. അപ്പം ഈ ബെൽറ്റിന്റെ ആ ഭിത്തി വരുന്ന അതേ വീതിക്ക് തന്നെ, അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഭിത്തിയുടെ വീതിയെങ്കിൽ ഒരു 25 സെന്റിമീറ്ററിനോ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററോ വാർക്കാറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് 45 സെന്റിമീറ്റർ, അതായത് ഈ കരിങ്കല്ല് കെട്ടിന് എത്രയാണോ വീതി അതേ വീതിയിൽ തന്നെ വാർക്കാറുണ്ട്. അപ്പം ഇതുകൊണ്ട് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ഈ വീതി കുറച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളതാണ് ഇതിനകത്തുണ്ടാകുന്ന വിഷയം. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ഈ ബെൽറ്റ് എന്ന് പറയുന്ന സാധനം DPC, അതായത് ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് പറയുന്നത് തിയറിറ്റിക്കലി. അതായത് നമ്മൾ ഒരു റബിൾ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻസൈഡ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള എർത്തിലെ ഈർപ്പം, അതായത് മണ്ണിൽ ഉണ്ടാകുന്ന, മുറ്റത്തുണ്ടാകുന്ന ഈർപ്പം അല്ലെങ്കിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഈർപ്പം മുകളിലുള്ള ഭിത്തിയിലേക്ക് വലിച്ച് എടുക്കാതിരിക്കാൻ വേണ്ടി, അതായത് റബിളിന്റെ മീഡിയത്തിന്റെ മുകളിൽ കൂടി അത് ഭിത്തിയിലേക്ക്, അതായത് കട്ട ഡയറക്റ്റ് മണ്ണുമായിട്ട് മുട്ടി, അതായത് ഇൻസൈഡിൽ ഫില്ല് ചെയ്യുന്ന, നമ്മൾ അടിത്തറയ്ക്കകത്ത് ഫില്ല് ചെയ്യുന്ന മണ്ണിലെ ഈർപ്പം ഡയറക്റ്റ് ഭിത്തിയിലേക്ക് വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ്. അതായത് ഒരു കോൺക്രീറ്റിന്റെ ഒരു മീഡിയം മാത്രമാണ് ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലി. പക്ഷെ പ്രായോഗികമായിട്ട് ഇതിന് ചില ലോഡ് ബെയറിംഗ് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് ഇത് ലോഡ് എടുക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് പ്രായോഗികപരമായിട്ട്. തിയറിറ്റിക്കലി നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ ഈർപ്പം എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു മീഡിയമായിട്ടാണ് പറയുന്നതെങ്കിലും ഇത് പ്രായോഗികമായിട്ട് ഇത് ലോഡ് എടുക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതായത് ഈ ഭിത്തിയുടെ ലോഡിനെ ഈക്വലായിട്ട് അത് ബേസ്മെന്റ് ഫൗണ്ടേഷനിലേക്ക്, അതായത് ഈ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വീതി കുറഞ്ഞ ഒരു ബെൽറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഏരിയ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. ഫുള്ളായിട്ട്, അതായത് ബേസ്മെന്റിന്റെ വീതി 45 സെന്റിമീറ്റർ ആണെങ്കിൽ അത്രയും വീതിയിൽ തന്നെ നമ്മൾ ബെൽറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ വരുന്ന ഭിത്തിയുടെ ലോഡ് ഫുള്ളായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നല്ലൊരു ചെളിയുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇടയ്ക്കൊരു മീഡിയമില്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ താഴും. എന്നാൽ ആ ചെളിയുടെ മണ്ടയ്ക്ക് ഇച്ചിരി വീതി കൂടി ഒരു പലക വെച്ചിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ താഴത്തില്ല. അതായത് ഫ്ലോർ ഏരിയ, അതായത് നമ്മുടെ ഭാരം ഫ്ലോർ ഏരിയ കൂടുതലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മുടെ ഭാരത്തെ കൂടുതൽ ഏരിയയിലേക്ക് ആ പലക ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേ ഒരു പരിപാടി തന്നെയാണ് ഈ ബെൽറ്റിന് വീതി കൂട്ടി കൊടുക്കുമ്പോൾ നടക്കുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ ഒരു ഈർപ്പത്തിന്റെ പ്രശ്നം കാരണം പലരും വീതി കുറച്ച് കൊടുക്കാറുണ്ട്. അതിന് അവർ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ്.
പക്ഷേ പ്രായോഗികമായിട്ട് ഈ വരുന്ന ഭിത്തിയുടെ ലോഡ് കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാൻ 45 സെന്റിമീറ്റർ വീതി തന്നെ ബെൽറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റീലിനെ പറ്റി നമുക്ക് കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് 10ന്റെ ബാറുകൾ ഉപയോഗിച്ച് മെയിൻ ബാർ, അതായത് സ്റ്റിറപ്സ് വളയ്ക്കുന്നത്, നമ്മൾ അതിനൊരു റിങ് പോലെ സംവിധാനം വളച്ച് സ്റ്റിറപ്പ് എന്ന് പറയും, അത് വളച്ചിട്ട് അതിന്റെ 4 മൂലയ്ക്കും നമുക്ക് സ്റ്റീൽ കൊടുക്കുന്നു. സെൻട്രലും ടോപ്പിലും ബോട്ടത്തിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. കൊടുത്തിട്ട് 8ന്റെ കമ്പി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന് സ്റ്റിറപ്പ് വളച്ച് 15 സെന്റിമീറ്റർ സ്പേസിങ് സ്റ്റിറപ്പ് വളച്ച് അതിന് മുകളിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുന്നു. അതായത് കമ്പി ഒരു കെട്ടിയ ഒരു ബീം പോലെ ഇട്ടുകൊണ്ട് 2 സൈഡിൽ നമുക്ക് പലകയോ അതുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം വീതി കുറച്ചും ചെയ്യാം, വീതി കൂട്ടി ചെയ്യാം. അപ്പം വീതി കൂട്ടി ചെയ്താൽ, അതായത് താഴെ വരുന്ന ബേസ്മെന്റ് അതേ വീതിക്ക് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രയോജനത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ചെറിയ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നിർമ്മാണ രംഗത്തെ ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എന്നെ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഞാൻ കൃത്യമായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. അപ്പം എല്ലാവർക്കും നമസ്കാരം.